സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. തൊഴിലുറപ്പ് പദ്ധതിയോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് NREG വർക്കേഴ്സ് യൂണിയൻ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി K. അനിമോൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര ബഡ്ജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വർദ്ധിപ്പിക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലഘട്ടം മുതൽ ഈ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്, കേരളത്തിലെ സമയക്രമം മാറ്റണം. കേരളത്തിലെ സമയക്രമം മാറ്റണം എന്ന് പറയുമ്പോൾ വേറെ ചില സംഭവങ്ങൾ വേറെ ചില സംസ്ഥാനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ചില സംസ്ഥാനങ്ങളിലെല്ലാം അവർക്ക് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി ജോലി കഴിഞ്ഞാൽ 12 മണിയായിട്ട് ചിലർ തിരിച്ചുവില്ല. ചില സംസ്ഥാനങ്ങളുണ്ട് കേട്ടോ, ചില സംസ്ഥാനങ്ങളിലാണെന്നല്ല. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ സമയത്തിൽ മാറ്റം വരുത്തണം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, 93-94% പണിയെടുക്കുന്നത് വനിതകളാണ് കേരളത്തിൽ. വനിതകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ കേരളത്തിൽ. എന്താണ് കേരളത്തിൽ ഒത്തിരി പ്രത്യേകതയുള്ള സംസ്ഥാനമാണ്. ആരോഗ്യരംഗത്ത് നമ്മൾ ഏറ്റവും മുന്നതിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്, ശരിയല്ലേ? ഇപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ റോഡിന്റെ എല്ലാം ഡെവലപ്മെന്റ്സിൽ ഒരുപക്ഷെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ മുൻപന്തിയിലാണ്. നിങ്ങൾ നോക്കിയാൽ ഗ്രാമപ്രദേശങ്ങളിലൂടെ പോയാലും അതിമനോഹരമായ BMBC റോഡിലൂടെ നടക്കാൻ കഴിയുന്നത് കേരളത്തിൽ മാത്രമാണ്. സാഗിൽ കേരളത്തിൽ മാത്രമാണ്. വലിയ വീമ്പെടുക്കുന്ന ഗുജറാത്തിലെ നരേന്ദ്രമോദിയുടെ നാട്ടിൽ, അങ്ങ് അമിത്ഷായുടെ നാടായ ഗുജറാത്തിൽ ഞാൻ പോയതാണ്. ഞങ്ങളിപ്പോൾ ഏതാണ്ട് അവിടെ ഒരാഴ്ചക്കാലം അവിടെ തങ്ങുമ്പോൾ 2 ദിവസം ഈ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യാൻ സമയം കണ്ടെത്തിയിരുന്നു. ആ ഗ്രാമപ്രദേശങ്ങളിലൂടെ, ഗുജറാത്തിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളെ പോലെ ഗുജറാത്തിലെ ഗ്രാമപ്രദേശത്ത് ഇനിയും എത്തണമെങ്കിൽ ഒരു 50 വർഷം കൂടെ കഴിയും. പക്ഷേ പട്ടണ പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം നടക്കുകയാണ് ഗുജറാത്തിൽ. എവിടുന്നാണ് പൈസ? ഈ കേന്ദ്ര ഗവൺമെന്റ് പൈസയുടെ മഹാഭൂരിപക്ഷവും ഗുജറാത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ആരൊക്കെയാ? നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്തുകാരാണല്ലോ. അവിടെ കൊണ്ടുപോയി ബുള്ളറ്റ് ട്രെയിൻ കഴിഞ്ഞു, അവിടെ പണി പൂർത്തിയായി. എന്താ ബുള്ളറ്റ് ട്രെയിൻ മണിക്കൂറിൽ? NREGS ഫെഡറേഷന്റെ ജില്ലാ സമ്മേളനം പുറമേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് PC തോമസ് പതാക ഉയർത്തി. KTK ചാന്ദിനി രക്തസാക്ഷി പ്രമേയവും CK ബാബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. PC തോമസ്, NM വിമല, KTK ചാന്ദിനി, ശശി കിഴക്കൻ പേരാമ്പ്ര എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനത്തെ നിയന്ത്രിച്ചു. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി P. സുരേഷ് ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK ബാലൻ മാസ്റ്റർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ EK വിജയൻ MLA, TK രാജൻ മാസ്റ്റർ, ആയഞ്ചേരി മണ്ഡലം സെക്രട്ടറി KP പവിത്രൻ, AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് P. ഭാസ്കരൻ, കേരള മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം റീന സുരേഷ്, AIYF ജില്ലാ സെക്രട്ടറി അബ്ജിത്ത് കോറോത്ത്, CK ബാബു എന്നിവർ പ്രസംഗിച്ചു. സ്വാഗത സംഘം കൺവീനർ കളത്തിൽ സുരേന്ദ്രൻ സ്വാഗതവും PK ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. PC തോമസിനെ പ്രസിഡന്റായും OM രാധ, ശശി കിഴക്കൻ പേരാമ്പ്ര, സജിത പൂക്കാടൻ, പ്രേമൻ കൂരാച്ചുണ്ട്, കളത്തിൽ സുരേന്ദ്രൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, P. സുരേഷ് ബാബുവിനെ ജനറൽ സെക്രട്ടറിയായും, KTK ചാന്ദിനി, ഉഷ മലയിൽ, KK മോഹൻദാസ്, CK ബാബു, ഉണ്ണികൃഷ്ണൻ K എന്നിവരെ സെക്രട്ടറിമാരായും, E. രാധാകൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു.